നാളെ എന്തായാലും വരും. ശരി. ആ പഠിക്കാൻ വന്ന പയ്യനില്ലേ? അവൻ വന്നില്ല ഇന്ന്? ഓ വന്നിനി. എന്നിട്ടോ പഠിച്ചിനാ? പഠിച്ച് ഡ്രൈവിംഗ് എല്ലാം പഠിച്ചത്. നമ്മള് വിചാരിച്ചതിന് അപ്പുറത്താ. എന്താ ആള് എന്ന് പറയണ്ടേ, അവൻ അന്യം കൊണ്ടേ പോകുന്നു തോന്നുന്നു. അതെന്താ ഇതേ? പിന്നെ അവൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടക്ക് മറ്റേ എന്റെ പല സ്ഥലത്തും നോട്ടം. അതിന് പറയുന്ന മനസ്സിലാകുന്നില്ല, സൗണ്ട് ഇല്ല അതിന്. എന്നിട്ട് ഇപ്പൊ ഉണ്ട്, എന്തോ കുറഞ്ഞു പോയ പോലെ. അവന്റെ നോട്ടം ഇല്ലേ, അവന്റെ പല സ്ഥലത്തുമാണ് അവന്റെ നോട്ടം എന്ന് പറയാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഓനെ ഡ്രൈവിംഗ് പഠിക്കാനൊന്നല്ല വരുന്നുണ്ടാവുകയെന്ന്. എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ച്, ഞാൻ വിചാരിച്ചോ അറിയാണ്ട് പഠിപ്പിക്കുന്നിടക്ക് പിടിച്ചതാന്ന്. പിന്നെ ഓനൊരു ഇടങ്ങണിട്ടിട്ടൊരു നോട്ടം. എന്നിട്ട് അന്നേരം ഓനെ ഒറ്റക്ക പഠിപ്പിച്ചേനു? ഒറ്റക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ച്, അപ്പൊ അവന്റെ നോട്ടം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് നോക്കി. അപ്പൊ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഒന്നുകൂടി പിടിച്ചു കഴിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു അറിയാണ്ട് തട്ടിയതല്ലേ ചേച്ചി, ഞാൻ ഈ ഡ്രൈവിംഗ് മാത്രം പഠിക്കാൻ വന്നതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ പഠിക്കണ്ടേ? പിന്നെ പലതും പഠിക്കാറുണ്ട് പോലും. എന്നിട്ട് അതിനൊന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ പിന്നെ എന്ത് പറയാനാ? നീയോ ക്ലാസ്സിന് വന്നിട്ടില്ല? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ അന്നേരം? അനക്കിപ്പോ എനക്കൊരു ധൈര്യം. അല്ല, എനക്ക് ഓന്റെ മുമ്പിൽ അധികം സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ലല്ലോ. നേരം ചോദിക്കൂല, നീ ആരാ നീച്ചാൽ ഞാൻ എന്നാ പറയാ? നിനക്ക് പറഞ്ഞൂടെ ഞാൻ നിന്നേക്കാളും മുന്നേ വന്നതാണെന്ന്? അതിപ്പോ എനക്കങ്ങനെ പറയാൻ പറ്റുമോ? അത് അനു തന്നെ പറഞ്ഞ് ശരിയാക്കേണ്ടി വരും. എനക്ക് തോന്നുന്ന അനുവിന്റെ എന്തോ അറിഞ്ഞിട്ട് തന്നെയാന്നോ മതിന്. ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ? എന്നെ അറിഞ്ഞിട്ടൊന്നുമില്ലടാ. പക്ഷേ അവന് എന്റെ മേലൊരു നോട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ടാവുമല്ലോ അനുവിനെ ശരിക്കും പറഞ്ഞ അനുവിനെ കണ്ട അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. എല്ലാരും ഒന്ന് നോക്കുകയും ചെയ്യും. അവന്റെ നോട്ടം അത്ര ശരിയല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? ഒഴിവാക്കാനും പറ്റൂല. അനു കുറച്ച് ഇതായി നിന്നിട്ട് വേഗം പഠിപ്പിച്ചിട്ട് വിടുവോ? അവന് ഡ്രൈവിംഗ് അല്ലല്ലോ പഠിക്കേണ്ടത്. അത് പിന്നെ അനുവല്ലേ നോക്കണ്ടേ? പിന്നെ എന്റെ ചാൻസിന് ഓൻ കൊണ്ടുപോവാ? അങ്ങനെയൊന്നുമില്ല. ആണെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് വരികയും ചെയ്യാതെ ക്ലാസ്സിൽ. ഓൻ കൊണ്ടുപോവാ അതുകൊണ്ട് നീ ഇനിയും വരാണ്ട് നിന്നാ ചിലപ്പോ അവൻ കൊണ്ടുപോകും. അതെന്ത് വർത്താനു? ഞാൻ ക്ലാസ്സിനല്ലേ വരാണ്ട് നിന്നിട്ടുള്ളൂ. അതിനും വരണം. അനു ഇനി ഓന വീട്ടിലേക്ക് കൂട്ടുവാ? അതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യണ? എന്തിനാ അങ്ങനെ ചെയ്യുന്നു? അല്ല, ഓന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ചോദിച്ചേ. എന്റെ ഉദ്ദേശം അതെല്ലാം തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലേ? നല്ല ഉഷാറിലുള്ള പയ്യനല്ലേ? നല്ല ഉഷാറുണ്ട്. മോശമില്ല. അനുവിനെ ഇനി ഓനെ കണ്ടിട്ട് എന്തെങ്കിലും ആകുന്നുണ്ട് അന്നേരം? കണ്ടിട്ട് ഇപ്പൊ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇനി പറയാനും പറ്റൂല. അതെന്താ അങ്ങനെ പറയുന്നു? ഒന്നുമില്ല. അല്ല, നീ ഞാൻ വിളിക്കുമ്പോ വന്നാലും മതി. ഞാൻ എന്ന് പറഞ്ഞേ അനു വിളിച്ചപ്പോൾ വരൂ. ഞാൻ നാളെ വരണ ഇനി? ഇങ്ങോട്ട് വിളിച്ചില്ലേ? പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? വന്നിട്ടോ?
വന്നിട്ടെന്നാ നമ്മള് സാധാരണ ഉള്ളത് പോലെ. സാധാരണ ഉള്ളവർ അന്ന് വെറുതെ തിന്നല് മാത്രല്ല. സ്ഥിരമായിട്ട് വന്ന അതൊന്നും ഉണ്ടാവില്ലല്ലോ. നീ ഇത് വരുന്ന അറിയൂ, മുങ്ങും, പിന്നെ ഞാൻ വിളിക്കും. പഠിക്കാനല്ലേ. ഉം. വീട്ടിൽ വന്നാലോ നാളെ ഞാൻ പണി വരുമ്പോ അതിൽ വരട്ടെ. ഞാൻ റെഡി. ഇപ്പൊ എനിക്കിനിപ്പോ ഓനെ അതിന് വിളിച്ചാളെ നമ്മള് പേടിയും കൂടിയായി. എന്റെ സ്ഥാനത്താ എന്റെ സ്ഥാനത്താന്നോന്ന് അതറിയില്ല. അത് അനുവല്ലേ തീരുമാനിക്കണ്ടേ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ? അതെന്താ? അനുവിന് ശരിക്ക് ഓനെ കണ്ടിട്ട് എന്തോ ആയിട്ടുണ്ടല്ലേ. മോശമില്ലടാ, മോശമില്ലാതൊരു പയ്യെ. അനുവിന് ഇനി പോനെയും പോണെന്ന് പറയാ. എനിക്കിപ്പോഴേ അങ്ങനെ തോന്നിയല്ലേ. അനുവിന്റെ ഒരു വർത്താനം കേൾക്കുമ്പോ എനക്ക് അങ്ങനെ തോന്നുന്നു. അനുവിന്റെ വർത്താനം കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു. നല്ല കാണാൻ നല്ല പയ്യെന്നെല്ലാം പറയുമ്പോ. ഞാൻ പറഞ്ഞതല്ലേ നല്ല പയ്യന്. അവന് നിന്നെ പോലെയല്ല, എല്ലാം അറിയാൻ തോന്നും കേട്ടോ. ഓനെ നല്ല പഠിച്ചിട്ട് വന്നിരിക്കും, എല്ലാം പഠിച്ചു വന്നിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അനുവിനെ പുറത്തു നേടുന്നോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ അവനെല്ലാം പഠിച്ചിട്ട് വന്നത്? അല്ല, അതാണ് അനുവിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാനും അനുവും പോന്നെ എവിടുന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണോ? അങ്ങനെ ആകാനാണ് സാധ്യത കൂടുതൽ. അവനൊന്ന് നോക്കിയതാണെങ്കിലും എന്നെ പറ്റുമോന്ന്. അങ്ങനെയായിരിക്കും. അങ്ങനെയാകാനാ സാധ്യത. എന്നിട്ട് ഓൻ വേറെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. കാണിച്ചിട്ടൊന്നുമില്ല. ഇനി അവന്റെ സ്വഭാവം ഇന്ന് തൊട്ട് നാളെ എന്നാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ മറ്റുള്ള അവരെപ്പഴും നല്ല പഠിപ്പിച്ചിന്. ഒറ്റക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അനുവിന് പറഞ്ഞൂടെ അങ്ങനെ പറ്റൂല, അവരെപ്പുറം ഇരിക്കണോ? പെൺകുട്ടികളൊന്നും വേണ്ട, എനിക്ക് ചേച്ചീനെ വെച്ച് ഒറ്റക്ക് പഠിക്കണം എന്നാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓൻ അനുവിനെ കണ്ട് മോഹിച്ചിട്ട് വന്നു തന്നെയാണ്. എനിക്ക് അസൂയണ്ട. അനക്കെന്തിനാ അസൂയൊന്നുമില്ല. അനക്ക് അസൂയൊന്നുമില്ല. അനുവിന് നല്ലല്ലേ. എന്തല്ലേ? എല്ലാം കൊണ്ടും നല്ലല്ലേ. അതെന്താ? അതല്ലേ നല്ലല്ലേ. എന്നാലും നിന്റെ അത്ര വരുമോ? അതെനക്കറിയില്ല, അത് അനുവല്ലേ തീരുമാനിക്കണ്ടേ. പക്ഷെ എന്നെക്കാളെല്ലാം അറിയാം. നിന്റെ അത്ര വരുമോ എനിക്കറിയില്ല. ഇനി അനു അങ്ങനെ ചോദിച്ചാൽ അനു സമ്മതിക്കുവോ? സമ്മതിക്കുമോന്ന് ചോദിച്ചാല് പറയണ്ടേ. നോക്കാന്നാ.